ഈ ദുബായ് കുനാഫ ചോക്ലേറ്റിന് ശേഷം ഇപ്പോൾ പിസ്ത കുനാഫ ചോക്ലേറ്റ് ഈ ഒരു കോംബോ ഇപ്പോൾ വൈറലല്ലേ. ആ കോംബോന്റെ മേളിൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ സീരീസ് ആണ്ടത്. സത്യം പറയല്ലോ, ഈ കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കണ്. എന്തായാലും നമുക്ക് ഇന്ന് പിസ്ത ചോക്കോ ബൈറ്റ്സ് ഉണ്ടാക്കാം. സാധാരണ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എന്നാൽ ടേസ്റ്റിനോ ഒരു കോംപ്രമൈസും ഇല്ല. ഏത് പിസ്ത ഇഷ്ടമില്ലാത്ത ആൾക്കും ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും നമുക്കിത് വല്ലാണ്ട് വലിച്ചിട്ടുണ്ടാ. വാ റെസിപ്പി കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പിസ്തയും കുറച്ച് ബദാമുമാണ്. അത് ചൂടുവെള്ളത്തിട്ടിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത് എടുത്ത ശേഷം അതിന്റെ തോല കൂരിയിട്ട് ഒന്നും കൂടി കഴിക്കാം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യാം. എന്നിട്ട് അത് ബട്ടറിൽ റോസ്റ്റ് ചെയ്താൽ നമ്മളെ സേമിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മളെ മെയിൻ താരായിട്ടുള്ള ഈത്തപ്പ എടുത്തിട്ട് അതിന്റെ നടുക്ക് മുറിച്ച ശേഷം കുരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ സേമിയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ ഫില്ല് ചെയ്തെക്കുക. ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ചോക്ലേറ്റ് കോട്ടിങ്. എന്നിട്ട് നമ്മൾ ആ ഫില്ല് ചെയ്ത ഈത്തപ്പഴം അതിൽ മുക്കി കുളിപ്പിക്കുക. സത്യം പറയില്ല, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനപ്പുറം വേണമെങ്കിൽ വേറെ കിട്ടൂല. ഇതാവുമ്പോൾ ചോക്ലേറ്റിന്റെ പേരിൽ ഇമ്മാന്റെ ഇപ്പാന്റേക്ക് അടി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിലും കൂടി വെച്ചാൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്കോ ബൈറ്റ് ആണ്.